ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. വന്ദേമാതരം രാജ്യത്തിന് മുഴുവൻ ശക്തിയും പ്രചോദനവും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ഊർജ്ജം പകരുകയും ചെയ്തതായി ചർച്ചയ്ക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് വന്ദേമാതരത്തെ സ്മരിക്കുന്നത് സഭാംഗങ്ങൾക്കും രാജ്യത്തെ പൌരന്മാർക്കും അഭിമാനമാണെന്നും വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങൾ ആ മഹത്തായ അധ്യായവും മഹത്വവും പുനഃസ്ഥാപിക്കാനുള്ള അവസരമാണെന്നും ശ്രീ മോദി പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ ചർച്ച സഭ ഏറ്റെടുക്കുകയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. വന്ദേമാതരം രാജ്യത്തെ ജനങ്ങളിലെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ സഹായിച്ചെന്നും വർഗീയ രാഷ്ട്രീയം തിരസ്കരിക്കാനുള്ള പ്രചോദനമായിരുന്നെന്നും ചർച്ചയിൽ പങ്കെടുത്ത സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയെപ്പോലെ ബംഗാളിൽ നിന്നുള്ള നിരവധി കവികളും എഴുത്തുകാരും സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് MP ഗൌരവ് ഗൊഗോയ് അഭിപ്രായപ്പെട്ടു. ആരോഗ്യ സുരക്ഷ ദേശീയ സുരക്ഷാ സെസ് ബിൽ 2025 രാജ്യസഭ ഇന്ന് പരിഗണിച്ചു. പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങളുടെയും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത സമാന ഉൽപ്പന്നങ്ങളുടെയും മേൽ സെസ് ചുമത്താനും അതിൽ നിന്നുള്ള വരുമാനം പൊതുജനാരോഗ്യത്തിനും ദേശീയ സുരക്ഷയ്ക്കുമായി ചെലവഴിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് ബിൽ എന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇന്നത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിരിഞ്ഞ രാജ്യസഭ നാളെ രാവിലെ 11-ന് സമ്മേളിക്കും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. രാവിലെ 7-ന് ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് 6-ന് അവസാനിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,168 വാർഡുകളിലേക്കാണ് 1-ാം ഘട്ടമായ നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ ആകെ 36,630 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വോട്ടെടുപ്പ് അവസാനിക്കുന്ന 6 മണിക്കും പോളിംഗ് സ്റ്റേഷനിൽ ക്യൂവിൽ നിൽക്കുന്ന വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനിൽ നോട്ട ഇല്ല. അതുപോലെ VVPAT മെഷീനും ഉണ്ടാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കാൻ സമ്മതിദായകർ പൂർണ്ണമായും സഹകരിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സമ്മതിദായകർ തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള വോട്ടർ തിരിച്ചറിയൽ കാർഡ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള വോട്ടർ സ്ലിപ്പ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച SSLC സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ദേശസാത്കൃത ബാങ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് തീയതിക്ക് 6 മാസ കാലയളവിന് മുമ്പ് വരെ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക് എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണം തിരിച്ചറിയൽ രേഖയായി ഹാജരാക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ വാണിജ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ വോട്ടർമാരായ ജീവനക്കാർക്ക് അവധി ബാധകമല്ലെങ്കിലും ഭരണ സേവന മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വോട്ട് ചെയ്യാൻ അനുമതി ലഭിക്കും. പ്രതിഫലം യഥാസമയം ലഭ്യമാക്കുന്നതിനായി പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ബാങ്ക് വിവരങ്ങൾ നൽകണമെന്ന് നിർദ്ദേശം. ഡ്രോപ്പ് സോഫ്റ്റ്വെയറിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇതുവരെ നൽകാത്തവർ എത്രയും വേഗം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. കേരളത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,72,22,745 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഇത് സംസ്ഥാനത്ത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 97.74%. നടിയെ ആക്രമിച്ച കേസിൽ ആദ്യ 6 പ്രതികൾ കുറ്റക്കാരെന്ന് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തി. 1-ാം പ്രതി സുനിൽ NS എന്ന പൾസർ സുനി ഉൾപ്പെടെയുള്ളവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ബലാത്സംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെയുള്ളത്. ഈ മാസം 12-ന് ശിക്ഷ വിധിക്കും. കേസിൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. ഛത്തീസ്ഗഡിൽ ഇന്ന് 12 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. മാവോയിസ്റ്റുകളുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നക്സൽ നേതാവുമായ രാംധേർ മജ്ജി കീഴടങ്ങിയവർ ഉൾപ്പെടുന്നു. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ വിവിധ ജില്ലകളിൽ ഈ മാവോയിസ്റ്റുകൾ സജീവമായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിന്റെ റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 22 വരെ നീട്ടി. കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന്റെയും സുധീഷ് കുമാറിന്റെയും ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ ഈ മാസം 12-നും സുധീഷിന്റേതിൽ 15-നും വിധി പറയും. വാസുവിന്റെ ജാമ്യ ഹർജി ഈ മാസം 15-ന് ഹൈക്കോടതി പരിഗണിക്കും. ദേശീയ വനിതാ കമ്മീഷൻ അദാലത്ത് ഈ മാസം 19-ന് തിരുവനന്തപുരത്ത് നടക്കും. 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം റൂറൽ, കൊല്ലം സിറ്റി, കൊല്ലം റൂറൽ, പത്തനംതിട്ട, കൊച്ചി സിറ്റി, കണ്ണൂർ സിറ്റി, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.